ഇവിടെ നടന്നിട്ടുള്ള ഈ റാലിയുടെ പിന്നിൽ കൃത്യമായ ഒരു അജണ്ടയും ഒരു ലക്ഷ്യവുമുണ്ട്. ആ ലക്ഷ്യം ഇപ്പോൾ സാധൂകരിച്ചു എന്നുകൂടി അവരുടെ ഒരു ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റണം. ഈ ഐക്യ റാലി കൊണ്ട് ചിലരെങ്കിലും അനൈക്യം വിതറാനാണ് ഉദ്ദേശിക്കുന്നത് എന്നായിരുന്നു. ഇതിൽ 3 പേരും പരിപാടിയിൽ സന്നിഹിതരായില്ല എന്നത് വലിയൊരു വാർത്തയായിട്ടുണ്ട്. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമക്കകത്ത് 2 പക്ഷം രൂപപ്പെടുന്നു. അത് ഐക്യസമ്മേളനത്തിന്റെ സംഭാവനയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാന്തപുരം വിഭാഗം രൂപപ്പെടുന്നത് ലീഗ് വിരോധത്തിൽ നിന്നാണ്. പണക്കാട്ട തങ്ങൾമാരെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിക്കുന്ന ഒരു രംഗമായിരുന്നു ഇന്നലെ അവിടെ നമ്മൾ കണ്ടത്. ഇവര് ശംസുൽ ഉലമയെ ഏതെങ്കിലും ഒരു ചെറിയ കോണിലെങ്കിലും ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവെങ്കിൽ അതുപോലെ അവർ പുലർത്തണമായിരുന്നു. ഇപ്പൊ അവർ വെല്ലുവിളിക്കുന്നത് ശംസുൽ ഉലമയെ കൂടിയാണ് എന്നാണ്. അതായത് 989 കാന്തപുരമായിരുന്നു ശരിയെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇന്നത്തെ സമസ്തയുടെ സെക്രട്ടറി. ലീഗ് വിരോധത്തിന്റെ ബീജത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്ന കാന്തപുരം വിഭാഗത്തെയാണ്. കളവ് പറയുമ്പോൾ അതിലൊരു ഗൃഹപാഠം നടത്തി അതിലൊരു ആദ്യം എന്ത് പറഞ്ഞു എല്ലായിടത്തും വിശ്വാസയോഗ്യമായി പരസ്പര വൈരുദ്ധ്യമില്ലാത്ത. കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ഉമ്മർ ഫൈസിയും ആ മുസ്തഫ മുണ്ടുപാറയും ഒക്കെ നിസ്കരിച്ച ജുമുഅ നിസ്കാരം ശരിയല്ലെന്ന് വിശ്വസിക്കുന്ന സംസ്ഥാനക്കാരുടെ കൂടെ ഇരിക്കുന്നത് ഏതർത്ഥത്തിലാണ് അവർ പൊരുത്തപ്പെടുന്നത്? നട്ടുച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ നട്ടുച്ചയിൽ ചർച്ച ചെയ്തത് സുന്നി മഹാറാലിയെ കുറിച്ചാണ്. നമ്മൾ നിരീക്ഷിച്ചു വെച്ച നിരീക്ഷണങ്ങളും ആശങ്കകളും അക്ഷരം പ്രതി അത് നമ്മുടെ മാത്രം ശരിയും ആശങ്കയുമായിരുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തെളിയിക്കാണ്. സോഷ്യൽ മീഡിയകളിലൂടെയും അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഒക്കെ ഇന്ന് മുസ്ലിം സമുദായത്തിലെ ഈ ഐക്യവേദി അല്ലെങ്കിൽ ഐക്യ സുന്നി സംഘടനകളുടെ ഐക്യ സമ്മേളനം ചർച്ച വലിയ രീതിയിൽ കൊടുമ്പിരി കൊള്ളും. കൃത്യമായ ഒരു അജണ്ട അതിന്റെ പിന്നാമ്പുറത്ത് ചില ആളുകൾക്കുണ്ട് എന്ന് നമ്മൾ നിരീക്ഷിച്ചു വെച്ചത് സത്യമാണ്. എന്നാൽ അതിൽ വലിയൊരു നിഷ്കളങ്കത വഞ്ചിതരാവുകയും ചെയ്തു എന്നതാണ് അതിലെ ഖേദകരമായ ഒരു കാര്യം. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുന്നി സംഘടനകൾ ഇവിടെ സംയോജിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും കാലം അവർ ബദ്ധവേരികളായി പല അഭിപ്രായ വ്യത്യാസങ്ങൾ, ഗൗരവതരമായ അഭിപ്രായ വ്യത്യാസം, നിസ്സാരമെന്നല്ല അങ്ങേയറ്റം ഗൗരവമായി ചില ഘട്ടങ്ങളിൽ ഇവരെ തുടർന്ന് നിസ്കരിക്കാൻ പോലും പറ്റൂല എന്ന അർത്ഥത്തിൽ വരെ ഭീകരമായ പ്രസംഗങ്ങൾ നടത്തി ഒരർത്ഥത്തിലും ഇവർ ഏതിന്റെയൊക്കെയോ ഏജന്റുകളാണെന്നും ജൂതന്മാരിൽ നിന്ന് അച്ചാരം വാങ്ങിയതാണെന്നും മുസ്ലിം സമുദായത്തെ ഒറ്റുകൊടുക്കുകയാണെന്നൊക്കെ പറഞ്ഞ വലിയ രീതിയിലുള്ള ജൽപ്പനങ്ങൾ നടത്തിയ അതേ ആളുകൾ ഒരു ഘട്ടത്തിൽ യോജിക്കുന്നു എന്നതും നല്ലൊരു കൂട്ടായ്മയും ഒരു സംഘടിത ശക്തിയാകുന്നു എന്നതൊരു ശുഭപ്രതീക്ഷയാണ്. പക്ഷെ ഇവിടെ നടന്നിട്ടുള്ള ഈ റാലിയുടെ പിന്നിൽ കൃത്യമായ ഒരു അജണ്ടയും ഒരു ലക്ഷ്യവുമുണ്ട്. ആ ലക്ഷ്യം ഇപ്പോൾ സാധൂകരിച്ചു എന്നുകൂടി അവരുടെ ഒരു ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റണം. അങ്ങനെ ഇതിന്റെ പിന്നിൽ സമൂഹത്തെ ഭിന്നിക്കാൻ, സമൂഹത്തിന്റെ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി ഇതിന്റെ പിന്നിൽ നിന്ന സംഘാടകർ ചില ആളുകൾക്ക് ആശ്വാസമായിട്ടുണ്ടാകാം. അതിലൊന്ന് കാരണം നമുക്കറിയാം, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിലെ പ്രധാനമായി ഒരു സംഘടനയാണ്. ആ സംഘടനയെ ഇന്ന് ഒരു വലിയ അർത്ഥത്തിൽ സംഘടനകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന, അല്ലെങ്കിൽ സെക്രട്ടറിയോട് മറ്റു ചിലർ വിയോജിക്കുന്നു, സെക്രട്ടറിയുടെ ഒരു പക്ഷം മറ്റൊരു പക്ഷം എന്ന അർത്ഥത്തിൽ അതിൽ വലിയൊരു കോലാഹലങ്ങൾ, ആഭ്യന്തര കലഹത്തിന് ഇതൊരു തിരികൊളുത്തിയിരിക്കുകയാണ്. എന്താണ് ഇതുകൊണ്ടുണ്ടായിരുന്ന നേട്ടം? ഇത് ഇന്നലെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ വിഷയം ചർച്ച ചെയ്ത സമയത്ത് നമ്മൾ മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ ആശങ്ക ഈ ഐക്യ റാലി കൊണ്ട് ചിലരെങ്കിലും അനൈക്യം വിതറാനാണ് ഉദ്ദേശിക്കുന്നത് എന്നായിരുന്നു. അത് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് മാധ്യമങ്ങൾക്ക് ഐക്യത്തെക്കാൾ വലിയ വാർത്ത സംഘടനക്കകത്ത് രൂപപ്പെട്ട അനൈക്യമാണ്. നമ്മൾ കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ പറയാം. കുറഞ്ഞ ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ എറണാകുളത്ത് വെച്ച് 4 സുന്നി സംഘടനകളുടെയും, പ്രബലമായ 4 സുന്നി സംഘടനകളുടെയും ഒരു ഐക്യ മഹാസമ്മേളനം നടക്കുന്നു വഖഫ് ഭേദഗതി ബില്ലിനെതിരെ എന്നതാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടത്. 4 സംഘടനകളുടെയും ഏറ്റവും പ്രബലരായ നേതാക്കളുടെ ഫോട്ടോ വെച്ച് പോസ്റ്റർ വരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റിന്റെ ഫോട്ടോ, AP വിഭാഗത്തിന്റെ അവരുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുടെ ഫോട്ടോ, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ കുഞ്ഞു മുഹമ്മദ് മൗലവിയുടെ ഫോട്ടോ, അതുപോലെ തന്നെ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി നജീബ് മൗലവി ഉസ്താദിന്റെ ഫോട്ടോ. ഇതിൽ 3 പേരും പരിപാടിയിൽ സന്നിഹിതരായില്ല എന്നത് വലിയൊരു വാർത്തയായിട്ടുണ്ട്. അതിൽ തന്നെ തൊടിയൂർ ഉസ്താദ്, ദക്ഷിണ കേരളയുടെ പ്രഗത്ഭനായ നേതാവ്, പരിപാടിയുടെ മണിക്കൂറുകൾക്ക് മുമ്പാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞത് പാണക്കാട് തങ്ങൾമാരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള
ഒരു ഐക്യത്തിനും ഇന്ന് കേരളത്തിൽ പ്രസക്തിയില്ല. അത്തരത്തിലൊരു ഐക്യ സമ്മേളനത്തിൽ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ പങ്കെടുക്കില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിക്കുന്നു. തൊട്ടുടനെ തന്നെ ജില്ലാ സെക്രട്ടറി, അതിന്റെ സംഘാടകരായ ആളുകൾ തന്നെ വരുന്നു, അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നു. അതായത് ഇത്രകാലം നമ്മൾ വളരെ സമാധാനത്തോടു കൂടി കണ്ടുവന്നിരുന്ന ഒരു തരത്തിലുള്ള അകൽച്ചയും അനൈക്യവും നമ്മൾ ഇന്നുവരെ കാണാതെ പോയ, കേട്ടിട്ടില്ലാത്ത ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമക്കകത്ത് രണ്ടു പക്ഷം രൂപപ്പെടുന്നു. അത് ഐക്യ സമ്മേളനത്തിന്റെ സംഭാവനയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഐക്യം യഥാർത്ഥത്തിൽ ഒരു ചിത്രതക്കാണ് രഥം ഒരുക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ കാരണമായിട്ടുള്ളത്. അതെ. അപ്പോ ഇതിന്റെ പിന്നിൽ അജണ്ടയുണ്ട് എന്ന് കഴിഞ്ഞ നമ്മുടെ ഒരു എപ്പിസോഡിൽ നമ്മൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ അത് യഥാർത്ഥത്തിൽ ശരിയായിരിക്കാണ്. കാരണം ഇവിടെ തൊടിയൂർ കുഞ്ഞുമുഹമ്മദ് മൗലവി എന്ന് പറയുന്നത് ഒരു കൃതസ്ഥനായ കേരളക്കരയിലെ ഒരു പണ്ഡിതനാണ്. ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ പൊസിഷൻ പോലും അലങ്കരിക്കുകയും അതുപോലെ ഒത്തിരി കാര്യങ്ങളിൽ സമൂഹത്തിന് ഗുണകരമാം വിധം മുന്നോട്ട് ചലിക്കുകയും ചെയ്യുന്ന ഒരു നേതാവാണ്. എന്നാലും അദ്ദേഹത്തിന്റെ നിരീക്ഷണം യഥാർത്ഥത്തിൽ ശരിയാണ്. നമ്മൾ പാണക്കാട് തങ്ങന്മാരെ, പ്രശാന്തിന്റെ വിഷയമാണ് നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ സംസാരിച്ചപ്പോൾ ആ പ്രശാന്ത് നിരീക്ഷിച്ചു വെച്ച ഒരു വിഭാഗീയതയും, അല്ലെങ്കിൽ പ്രശാന്ത് ഞങ്ങൾ സംഘാടകരോട് സംസാരിച്ചിരിക്കുന്നു എന്ന് കോട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ സ്റ്റോറിയിൽ, ഇന്ത്യൻ എക്സ്പ്രസിന്റെ സ്റ്റോറിയിൽ വരുന്ന ആ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ശരിയുണ്ട്. കാരണം ഇവർക്ക് പാണക്കാട്ടെ തങ്ങളെയും അല്ലെങ്കിൽ കുറച്ച് പക്ഷം പാണക്കാട് തങ്ങളെ വിയോജിക്കുന്നു. ഇത് നമുക്ക് അവിടെ നടന്ന പ്രഭാഷണങ്ങളുടെ ഒരു വലിയൊരു ഭാഗവും വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ഒരു ജനാധിപത്യ വിരുദ്ധമായ, മതേതരത്വ വിരുദ്ധമായ, ഭരണഘടനാ വിരുദ്ധമായ ഒരു ബില്ലിനെതിരെ സമൂഹത്തിൽ നിന്ന് പ്രതിഷേധ സ്വരങ്ങൾ ഉയരുന്നിടത്ത് ഇതിന് മറ്റൊരർത്ഥത്തിലേക്കാണ് ഈ സമ്മേളനത്തെ അതിൽ പ്രഭാഷകർ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അത് പ്രത്യേകിച്ചും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കാന്തപുരം വിഭാഗത്തിന്റെ നേതാവ്, എറണാകുളം ജില്ലയിലെ കാന്തപുരം വിഭാഗത്തിന്റെ നേതാവ്, ഇതിലെ മുഖ്യ സംഘാടകരിൽ ഒരാളായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത്, ഈ സ്റ്റേജിലേക്ക് നിങ്ങൾ നോക്കൂ, രാഷ്ട്രീയക്കാരായിട്ട് ഒരാൾ പോലുമില്ല. ഞങ്ങൾ രാഷ്ട്രീയക്കാരില്ലാതെ ഞങ്ങൾക്ക് വരാൻ കഴിയുമെന്ന് വർഷങ്ങളോളമായി കാന്തപുരം വിഭാഗം പറയാൻ ശ്രമിക്കുന്ന, ഈ രാഷ്ട്രീയക്കാരെന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. കാന്തപുരം വിഭാഗം രൂപപ്പെടുന്നത് ലീഗ് വിരോധത്തിൽ നിന്നാണ്, പാണക്കാട് വിരോധത്തിൽ നിന്നാണ്. ആ വിരോധം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയും, ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ളവരെ പോലും ഞങ്ങളുടെ കൂടെ ചേർക്കാൻ കഴിയുമെന്ന് മുസ്ലിം ലീഗിനോട് പ്രഖ്യാപിക്കുകയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്യുന്നത്. അതിന് ഇന്നത്തെ പുതിയ കാലത്തെ ആ വാദം ഉന്നയിക്കുന്ന മുക്കം ഉമർ ഫൈസിയും മുസ്തഫ മുണ്ടുപാറയും ഒക്കെ കോഴിക്കോട് നിന്ന് വൈകിയ വേളയിലാണെങ്കിലും അങ്ങോട്ട് പറന്നെത്തുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞങ്ങളും ഉണ്ട് അതിന്റെ കൂടെ. വലിയ അപകടകരമായ പല പ്രസ്താവനകളും ആ സമ്മേളനത്തിൽ കേൾക്കാൻ കഴിഞ്ഞു. അത് കേരളത്തിലെ സുന്നി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എത്തിക്കാൻ പോകുന്ന അപകടാവസ്ഥ ചെറുതൊന്നുമല്ല. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് പണക്കാട്ട തങ്ങൾമാരെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിക്കുന്ന ഒരു രംഗമായിരുന്നു ഇന്നലെ അവിടെ നമ്മൾ കണ്ടത്. നമ്മൾ നോക്കേണ്ടത് യഥാർത്ഥത്തില് മുക്കം ഉമർ ഫൈസിയും മുസ്തഫ മുണ്ടുമാറയൊക്കെ യഥാർത്ഥത്തിൽ ശംസുൽ ഉലമയെ കൃത്യമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ശംസുൽ ഉലമ ഇത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ലീഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ നീങ്ങേണ്ടത് എന്നത് അത് സമസ്തയുടെ ഒരു പാരമ്പര്യം കൂടിയാണ്. ശംസുൽ ഉലമയുടെ മാത്രം ഒരു തിയറി അല്ല. സമസ്ത മുന്നോട്ട് വെക്കുന്ന സമസ്തയുടെ പൈതൃകവും പാരമ്പര്യവും എന്താണോ അതിനെ പൂർണ്ണമായി ലംഘിക്കുന്ന തരത്തിൽ തന്നെയാണ്. ശംസുൽ ഉലമ ശരീഅത്ത് വിവാദക്കാലത്ത് മുതലക്കുളത്ത് അബുൽ ഹസൻ അലി നദവിയുടെ നേതൃത്വത്തിൽ അവർ വന്നപ്പോൾ സ്വീകരിക്കാൻ ചെല്ലുന്നു. ഇതൊക്കെ വലിയ ആക്ഷേപങ്ങൾക്ക് ഈ AP വിഭാഗം ഉന്നയിച്ച വലിയൊരു ആക്ഷേപം, വലിയ ഒരു പ്രമാദമായ ഒരു ആക്ഷേപം അതായിരുന്നു. ഏതായാലും ആ ആക്ഷേപം ഉന്നയിച്ച ആളുകളോട് ശംസുൽ ഉലമ ഉയർത്തിയ ഒരു രാഷ്ട്രീയ നിലപാടല്ല ശരി എന്നും പറഞ്ഞ് വെറും സുന്നികൾ മാത്രം സംഘടിക്കട്ടെ എന്ന് പറയുന്ന ഒരു തത്വം ശരിയല്ല എന്നുള്ളത് ഇവര് ശംസുൽ ഉലമയെ ഏതെങ്കിലും ഒരു ചെറിയ കോണിലെങ്കിലും ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവെങ്കിൽ അതുപോലെ അവർ പുലർത്തണമായിരുന്നു. ഇപ്പൊ അവർ വെല്ലുവിളിക്കുന്നത് ശംസുൽ ഉലമയെ കൂടിയാണ് എന്നാണ്. അതായത് 989 കാന്തപുരമായിരുന്നു ശരിയെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇന്നത്തെ സമസ്തയുടെ സെക്രട്ടറി. മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ അതിൽ പ്രധാനമായിട്ട് എത്തിച്ചേരണം. ഈ പരിപാടിയിൽ നിന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 3 പേർ ഇതിൽ പങ്കെടുക്കുമെന്ന് പോസ്റ്ററിൽ വന്ന 3 പേർ അവിടെ വന്നിട്ടില്ല. വന്നത് ഖലീലുൽ ബുഖാരി തങ്ങൾ മാത്രമാണ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത് ലീഗ് വിരോധത്തിൽ നിന്ന്, ലീഗ് വിരോധത്തിന്റെ ബീജത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്ന കാന്തപുരം വിഭാഗത്തെയാണ്. അവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ സംഘടനയുടെ ഒരു വിജയമായിട്ട് ഇന്നലത്തെ പരിപാടി എടുക്കാം.
മറ്റു 3 പേരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. തൊടിയൂർ ഉസ്താദിന്റെ പ്രസ്താവന നമ്മൾ പങ്കുവച്ചു. വളരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം പങ്കുവച്ചത് പാണക്കാടിനെ മാറ്റി നിർത്തിയുള്ള ഒരൈക്യത്തിനും പ്രസക്തിയില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയി എന്താണ് ഇതിന്റെ കാര്യം ചെയ്യുന്നു. മറ്റൊന്നുള്ളത് നജീം മൗലവി അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. അദ്ദേഹത്തിന് പകരം അവിടുത്തെ ഏതോ പ്രാദേശിക നേതാവ് വന്നു എന്നൊക്കെയാണ്. അതിനർത്ഥം അവരൊന്നും ഇതിനൊരു ഗൗരവത്തോടു കൂടി കാണില്ല, ഇതിന്റെ പിന്നിൽ എന്തോ അജണ്ട ഉണ്ട് എന്ന് അവർക്ക് മണത്തിട്ടുണ്ട്. അതിന്റെ അർത്ഥങ്ങൾ നമുക്ക് കൂടുതൽ അർത്ഥം വെക്കണ്ട. എന്തായാലും അദ്ദേഹം പങ്കെടുത്തത് നമ്മൾ കണ്ടിട്ടില്ല. അതായത് ആ ഐക്യത്തിന് നേരിട്ട് വന്ന് സന്നിഹിതനാവാൻ ആ ഒരു സമ്മേളനത്തിന്റെ ഉദ്ഘാടകനായ ആദരണീയരായ സെയ്ദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അതിൽ പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം പങ്കെടുത്തില്ല എന്നതിനെ കുറിച്ച് കൃത്യമായ രീതിയിൽ എന്താണ് അതിന്റെ കാരണം എന്നതിന്റെ ഇഖ്തിലാഫ് ഉണ്ട്, ഒരുപാട് കൗലുണ്ട്. ഇതിൽ ഏതാണ് വേദിയിൽ വെച്ച് 3 തരത്തിലാണ് ഇതിനെ വിശദീകരിക്കപ്പെട്ടത്. ഒന്ന്, അദ്ദേഹത്തിന് ദേഹാസ്വസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. 2, അദ്ദേഹം ട്രെയിൻ മിസ്സായി പോയി. 3-മത്തത് അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് വേണേൽ ക്രോഡീകരിക്കാം. അതിനൊക്കെ അപ്പുറം അതിനെ അവര് സത്യത്തിൽ ഉണ്ടായത് എന്താന്ന് വെച്ചാൽ, നേരത്തെ ഒരു കളവ് പറയുമ്പോൾ അതിലൊരു ഗൃഹപാഠം നടത്തി അതിലൊരു ഐക്യം ആദ്യം എന്ത് പറയണം, എല്ലായിടത്തും വിശ്വാസയോഗ്യമായി പരസ്പര വൈരുദ്ധ്യം ഇല്ലാത്ത രീതിയിൽ ഒരു കളവ് പറയണം. പക്ഷെ അവർക്ക് അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. ഇനി അതിനൊരു സത്യാവസ്ഥ നമുക്കൊന്ന് പങ്കുവെക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇന്നലെ ആ ഒരു കലൂരിൽ വെച്ച് നടന്ന ആ ഒരു പരിപാടിയിലേക്ക് തങ്ങൾ പങ്കെടുക്കേണ്ടതില്ല എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. നേരത്തെ തന്നെ എന്ന് വെച്ചാൽ അന്നു രാവിലെ തന്നെ അദ്ദേഹം അതിൽ പങ്കെടുക്കില്ല എന്നത് പലർക്കും അറിയാവുന്നതാണ്. എന്നു മാത്രമല്ല, ആ ഒരു അവിടെ വീഡിയോ കോൺഫറൻസ് പോയി ട്രെയിൻ മിസ്സായതിനു ശേഷം വീട്ടിലിരുന്ന് റെക്കോർഡ് ചെയ്തതല്ല. 2:20 ജനശതാബ്ദി എക്സ്പ്രസ് കോഴിക്കോട് നിന്ന്, എന്റെ കൃത്യസമയം എനിക്ക് ഓർമ്മയില്ല, ഏതായാലും ആ ഒരു സമയത്തിനോട് അനുബന്ധിച്ച സമയത്താണ്. ആ ഒരു സമയത്ത് പുറപ്പെടേണ്ട ആള് 11 മണിക്ക് മുമ്പ് തന്നെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ 11 മണിക്ക് 2:30 മിസ്സാവാനിരിക്കുന്ന ട്രെയിനിന് വേണ്ടിയിട്ട് 11:30 എന്ന 2-3 മണിക്കൂർ മുമ്പേ വീഡിയോ ഒരർത്ഥത്തിൽ ജിഫ്രി തങ്ങളുടെ കറാമത്താണെന്ന് ചോദിച്ചാൽ ഞാൻ അല്ല എന്ന് പറയും. ആ കറാമത്ത് ആരുടേതാന്ന് ഇപ്പൊ മനസ്സിലാക്കി തരാം. അതായത് ഇന്നലെ ജാമിയ ജലാലിയ മുണ്ടക്കുളം ജാമിയ ജലാലിയ ജിഫ്രി തങ്ങൾ പ്രിൻസിപ്പാളായ സ്ഥാപനമാണ്. ആ ഒരു സ്ഥാപനത്തിൽ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസത്തില് വഫാത്തായി പോയ സമസ്തയുടെ മുഷാവറ അംഗം ലക്ഷദ്വീപുകാരനായ സെയ്ദ് ഫത്തുല്ല തങ്ങളുടെ അദ്ദേഹത്തിന്റെ വഫാത്തായതിന്റെ 7-ാം ദിനത്തിലെ ദിക്ർ ദുആ മജ്ലിസ് അവിടെ നടക്കുന്നുണ്ട്, ജാമിയ ജലാലിയ മുണ്ടക്കുളം. അതില് പ്രഗത്ഭരായ പലരും പങ്കെടുത്തിട്ടുണ്ട്. അവര് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ആ ഒരു വേളയിലാണ് ജിഫ്രി തങ്ങൾ എന്തായാലും അങ്ങോട്ടേക്കില്ല എന്ന തീരുമാനം ഇവരറിയിക്കുന്നത്. എറണാകുളത്ത് നിന്ന് നിർദ്ദേശം വരുന്നു, എങ്ങനെയെങ്കിലും തങ്ങളെ ഇവിടെ എത്തിക്കണം, കാരണം സംഘടനക്കകത്ത് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് സ്ഥിരമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അമീദ് ഫൈസി അമ്പലക്കടവ് രംഗത്ത് വരുന്നു. അദ്ദേഹം വീഡിയോ എടുപ്പിക്കുന്നു. ഈ വിവരങ്ങൾ നമുക്ക് എങ്ങനെ കിട്ടുന്നു? ഇവര് തന്നെ സംഘാടകരെ വിളിച്ചറിയിക്കുന്നു, ഞങ്ങള് നിർബന്ധിച്ചിട്ട്, ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല, ഞങ്ങൾ നിർബന്ധിച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് എന്ന് ഇവര് തന്നെ, ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ സംഘാടകരെ അറിയിക്കുന്നു. സംഘാടകരിൽ ചിലർ അവർക്ക് എങ്ങനെയാണ് രഹസ്യങ്ങളെ സൂക്ഷിക്കേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ അവര് മറ്റു പലരോടും ഇത് പങ്കുവച്ചിട്ടുണ്ട്. 11:10 മുമ്പ്, ഞാൻ കറക്റ്റ് സമയമാണ് പറയുന്നത്, 11:10 മുമ്പ് ഞാനടക്കമുള്ള പല ആളുകൾക്കും വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് ജിഫ്രി തങ്ങൾ ഇന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. വീഡിയോ ജാമിയ ജലാലിയയിൽ വെച്ച് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. ഈ ഒരു സംഭവത്തെ കുറിച്ചാണ് വിവിധങ്ങളായ കളവുകൾ പറഞ്ഞ ഐക്യത്തിനു വേണ്ടി ഒരുമിച്ച് കൂടിയ ഒരുപാട് ആയിരക്കണക്കിന് ആളുകളെ വഞ്ചിക്കുന്നത്. എന്തിനു വേണ്ടി? അതായത് പാണക്കാട് തങ്ങളുടെ നേതൃത്വമില്ലാതെ ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ അറിയാമെന്ന് ലീഗുകാരോട് പറയാൻ വേണ്ടി ഇത്തരത്തിലുള്ള കളവുകളെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതുകൊണ്ടൊക്കെയുള്ള സുന്നത്ത് ജമാഅത്തിന് എന്ത് നേട്ടം, ഇസ്ലാം ദീനിന് എന്ത് നേട്ടമെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അല്ലാത്തൊരു അപകടമാണ് ഇദ്ദേഹത്തെ ഡ്രൈവ് ചെയ്യുന്നതില്. ഹമീദ് ഫൈസിയുടെ ഒരു ഇൻവോൾവ്മെന്റ് അതിൽ വ്യക്തമാണ്. ഞാനൊരു ഈ വിഷയമായിട്ടല്ല കേട്ടോ, മറ്റൊരു വിഷയം പറയാനാണ്. കാരണം നമ്മളൊരു പോഡ്കാസ്റ്റിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു വിഷയങ്ങൾ അതില് സമീപകാലത്ത് എനിക്ക് വാട്സപ്പിൽ കുറച്ച് ആളുകൾ വിട്ടുന്നിട്ടാണ്, നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ എന്താ, ഹമീദ് ഫൈസി കണ്ടില്ലേ കാളിക്കാവിലെ SMF പ്രസിഡന്റ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പൊ ഞാൻ അവർക്ക് കൊടുത്തൊരു മറുപടി ഇതായിരുന്നു, എന്താ വെച്ചാല്
അത് എനിക്ക് മറ്റാളുകൂടി ബോധ്യപ്പെടുത്തുന്നുണ്ട്. കാരണം ഹമീദ് ഫൈസി എവിടെയോ എന്തോ ആകുമ്പോഴേക്ക് ഇവരത് വലിയ സംഭവമായിട്ട് കാണെങ്കിൽ ഞങ്ങൾ അവിടെയല്ല ഹമീദ് ഫൈസിനെ കാണുന്നത്. ഞാൻ കാണുന്നത് സമസ്തയുടെ മുഷാവറയെ പോലും നിയന്ത്രിക്കുന്നത് ഹമീദ് ഫൈസി ഒരു കാര്യം നമുക്ക് നമ്മുടെ മുന്നിൽ ഒരുപാട് കാലങ്ങളായിട്ട് ഇന്ന് വരെ ഹമീദ് ഫൈസി മറുപടി പറയാത്ത ഒരു കാര്യമുണ്ട്. സംഘടനക്കകത്ത് രാഷ്ട്രീയം കളിക്കാൻ അദ്ദേഹത്തോളം പഠിച്ച കുതന്ത്രജ്ഞാനികൾ എന്ന വാക്ക് ഞാൻ അങ്ങനെ തന്നെ ഉപയോഗിച്ചതാണ്. അങ്ങനെ വേറെ ഒന്നും സമസ്തക്കകത്തില്ല. നമുക്കറിയാം അദ്ദേഹം ഇന്ന് എത്തി നിൽക്കുന്ന ഏറ്റവും വലിയ സ്ഥാനം SYSന്റെ വർക്കിംഗ് സെക്രട്ടറി എന്നുള്ളതൊന്നുമല്ല, അതിനേക്കാളും മുകളിലാണ് വിദ്യാഭ്യാസ ബോർഡിന്റെ മെമ്പർ. എങ്ങനെയായി എന്ന് നിലവിലെ സമസ്തയുടെ കോട്ടുമല ബാപ്പു മുസ്ലിയാർക്കെതിരെ 17 കുറ്റങ്ങൾ, പലിശ ആരോപണം അടക്കമുള്ള കുറ്റങ്ങൾ ആരോപിച്ച് ഇത് ഞങ്ങളൊരു വിഷയമാക്കുമെന്ന് പറഞ്ഞ് അതിന് വിഷയമാക്കാതിരിക്കണമെങ്കിൽ എന്നെ വിദ്യാഭ്യാസ ബോർഡിലെ മെമ്പറായിട്ട് എടുക്കണം. അങ്ങനെയാണ് ഈ വിഷയത്തിനൊരു പരിഹാരം എന്നോണം അവരെ ഒന്ന് അടക്കി നിർത്താൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ ബോർഡിന്റെ മെമ്പർ സ്ഥാനം കൊടുത്തു. യഥാർത്ഥത്തില് ഹമീദ് ഫൈസി അമ്പലക്കടവിനെ ഒരിക്കലും ഞാൻ സംഘടനയിൽ നിന്ന് പുറത്താക്കുന്നു കരുതുന്നില്ല ഈ ഒരു കാലത്ത്. അതായത് അദ്ദേഹം ചെയ്തു വെക്കുന്ന കുറ്റകൃത്യങ്ങൾ അദ്ദേഹം ഇല്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹമാണ് സുപ്പീരിയർ പവർ ഓഫ് സമസ്ത എന്ന് പറയുന്നത്. കാരണം ജിഫ്രി തങ്ങള് എന്തു പറയണം, മറ്റുള്ളവർ എന്തു പറയണം, ഏത് രീതി നീങ്ങണം എന്നടക്കം തീരുമാനിക്കുന്നത് അദ്ദേഹം. അപ്പൊ കാളിക്കാവ് പഞ്ചായത്തിലെ SMFന്റെ പ്രസിഡന്റ് ആയത് ഞങ്ങൾക്ക് വലിയ അത്ഭുതം ഇല്ല കൂട്ടരെ. വിദ്യാഭ്യാസ ബോർഡിന്റെ മെമ്പർ സ്ഥാനം ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് പരാതി കൊടുത്ത് ഒരു തരത്തില് ബ്ലാക്ക് മെയിലിംഗ് ആണല്ലോ അത്. അത്തരം ഒരു ബ്ലാക്ക് മെയിലിംഗ് ചെയ്ത് വിദ്യാഭ്യാസ ബോർഡിന്റെ മെമ്പർ സ്ഥാനം നേടിയെടുത്ത ആൾക്ക് കാളിയാവ് പഞ്ചായത്ത് സെക്രട്ടറി ആവാനോ അല്ലെ പ്രസിഡന്റ് ആവാനോ ബുദ്ധിമുട്ടൊന്നുമില്ല. ഏതായാലും നമുക്ക് ഈ വിഷയത്തിലേക്ക് തന്നെ വരിക. അതിൽ ഉമർ ഫൈസി മുക്കന്നല അവിടെ നടത്തിയ വലിയൊരു പരാമർശങ്ങളുണ്ട്. ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ, അത് ആദർശ വിഷയങ്ങളിലൊന്നും ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ സംഘടനാപരമായ ചെറിയ കാര്യങ്ങൾ പൊരുത്തപ്പെടാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ മൊസാദിന്റെ ഏജന്റാണ്, ഇസ്രായേലിന്റെ ഏജന്റാണ് കാന്തപുരം എന്ന് പറഞ്ഞത് പൊരുത്തപ്പെടാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ വ്യാജകേശം കൊണ്ടുവന്ന് റസൂലുള്ളാഹിനെ വിറ്റ് ക്യാഷാക്കി എന്ന് പറഞ്ഞത് പൊരുത്തപ്പെടാം. അതെല്ലാം പൊരുത്തപ്പെട്ടാലും കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ഉമ്മർ ഫൈസിയും ആ മുസ്തഫ മുണ്ടുപാറയും ഒക്കെ നിസ്കരിച്ച ജുമുഅ നിസ്കാരം ശരിയല്ലെന്ന് വിശ്വസിക്കുന്ന സംസ്ഥാനക്കാരുടെ കൂടെ ഇരിക്കുന്നത് ഏതർത്ഥത്തിലാണ് അവർ പൊരുത്തപ്പെടുന്നത്? സംഘടനാ തലത്തിൽ ഇവരുടെ ആശയങ്ങളിൽ പൊരുത്തപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അല്ലാതെയും കൂടിയിരിക്കാം. അത്തരം കൂടിയിരിക്കലുകൾ നമ്മൾ ഒരുപാട് കണ്ടതാണ്. അത് ആരോടും കൂടിയിരിക്കാം. നമ്മളെ മുശിരിക്കാക്കുന്ന വഹാബികളുടെ കൂടെ നമ്മൾ ഇരിക്കുന്നുണ്ട്. അതിന് ഇത്ര കാലം സമസ്തക്കകത്ത് 2016 മുമ്പ് അതൊരു പ്രശ്നമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. 89 കാലത്ത് അതൊരു പ്രശ്നമായി കണ്ടവർ മറുപുറത്താണ്. ആ വാക്ക് തന്നെയാണ് പറയുന്നത്, മറുപുറത്താണ്. ഇപ്പൊ ആ മറുപുറത്തെ ആളുകളാണോ ഇപ്പൊ ഇവരെ ലീഡ് ചെയ്യുന്നത്? മറ്റൊന്ന്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസമാണ്, ഈ ഒരു സമ്മേളനത്തിന്റെ തലേ ദിവസമാണ്, 2 ദിവസം മുമ്പാണ്. 4-ാം തീയതിയാണ് സമ്മേളനം നടന്നത്. 2-ാം തീയതി രാത്രിയാണ് ഖലീൽ ബുഖാരി ഈ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തിയ അതേ ഖലീൽ ബുഖാരി തങ്ങൾ പ്രസംഗിച്ചത് ഇതാണ് യഥാർത്ഥ സമസ്ത എന്ന്. അതായത് ഷംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും 89-ന് ശേഷം സമസ്തയുടെ പ്രസിഡന്റും സെക്രട്ടറിയുമല്ല. പിന്നീട് വന്ന അസ്ഹരി തങ്ങൾ, KK ഹസ്രത്ത്, അസ്ഹരി തങ്ങൾ, കാളമ്പാടി ഉസ്താദ്, ബഹുമാനപ്പെട്ട ആനക്കര സി കോയക്കുട്ടി ഉസ്താദ്, അതുപോലെ തന്നെ AP ഉസ്താദ്, കുമരംപുത്തൂർ AP ഉസ്താദ്, ഇവരാരും തന്നെ യഥാർത്ഥ സമസ്തയുടെ പ്രസിഡന്റുമാരായിരുന്നില്ല. ഇത് പറഞ്ഞിട്ട് മറുപടി പറയാൻ കാലങ്ങളോളം ഞങ്ങളാണ് സമസ്ത എന്ന് സുപ്രീം കോടതിയിൽ പോയി വാദിച്ച് ജയിച്ച് യഥാർത്ഥ സമസ്തയുടെ പാറ്റന്റ് നേടിയെടുത്ത സമസ്തയുടെ ആളുകൾ അതിനുവേണ്ടി സംസാരിക്കാനൊന്നുമില്ല. കാരണം അവർക്ക് ഒറ്റ അജണ്ടയുള്ളൂ, പാണക്കാടിനെ നേതൃസ്ഥാനത്ത് തൽക്കാലത്തേക്ക് ഞങ്ങളോട് വിയോജിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒതുക്കി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പാണക്കാടിനെതിരെ ഏത് ചെകുത്താന്മാരുമായും കൂട്ടുകൂടാം എന്ന അർത്ഥത്തിൽ, ഞാൻ ചെകുത്താനാണെന്നല്ല അർത്ഥത്തിൽ എന്നല്ല, അവരൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ ഗണിക്കുകയും യോജിക്കുകയും ചെയ്യേണ്ടതാണ്. പക്ഷേ താൻ ഉയർത്തിയ ഇത്രയും കാലം താൻ ഛർദ്ദിച്ചത് സ്വയം വാരി തിന്നാൻ മടിയില്ലാത്തവരായിട്ട് മാറണം. ഞാൻ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഉമർ ഫൈസി മുക്കത്തെ ഞാൻ ഈ ഒരു പ്രസംഗം ഇതാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് യൂട്യൂബിൽ വെറുതെ നോക്കി. ഉമർ ഫൈസി മുക്കം അടിച്ചപ്പോഴത്തേക്കും ഞാൻ ആകെ കിട്ടുന്നത് ഫുള്ള് വിവാദങ്ങളാണ്, കോൺട്രവേഴ്സി, അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു. അദ്ദേഹം ആരുടെ പിൻഗാമിയാണ്? അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനം KT മാനു മുസ്ലിയാരെ പോലെ
തന്റെ അനുയായി വൃന്ദങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ലോകത്തോട് വിട പറയാൻ മഹാഭാഗ്യം സിദ്ധിച്ച ഒരു മഹാസൂഫി വര്യനും ഒരു വലിയ പണ്ഡിതൻ. മുസ്ലിയാരെ കെ വി ഉസ്താദിനെ പോലുള്ള ആളുകൾ ഇരുന്ന കസേര എന്നൊരർത്ഥത്തിലേക്ക് അതിനെ വെക്കേണ്ടതില്ല. കാരണം അദ്ദേഹത്തെ പോലെ രാഷ്ട്രീയം കളിച്ച് സമസ്തക്കകത്ത് ആഭ്യന്തര രാഷ്ട്രീയം കളിച്ച് നേടിയെടുത്ത സ്ഥാനമാണ്. ആ സ്ഥാനത്തിന് അങ്ങനത്തെ ആ ഒരു പവിത്രതയെ പോലും കളങ്കപ്പെടുകയാണ്. ഇന്ന് പല ആളുകളും സമസ്തയുടെ അഭ്യുദയകാംക്ഷികളായ സാധാരണക്കാർ പോലും ഉമർ ഫൈസി മുക്കം എന്ന് പറയുമ്പോൾ അവർക്ക് ചിരി വരികയാണ്. കാരണം ആ മനുഷ്യന്റെ പെരുമാറ്റം, ആ മനുഷ്യന്റെ സ്വരം എപ്പോഴും വിവാദങ്ങളിലൂടെ മാത്രം. സമസ്തയുടെ ആലിമ്യങ്ങളെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അവരുടെ ദ്വാ മജ്ലിസുകളും അവരുടെ ഉഹ്റവിയായ ചിന്തകളും അത്തരം തോട്ടുകൾ മാത്രം കിട്ടുന്ന മറ്റു പണ്ഡിതന്മാർക്കിടയിൽ ഉമർ ഫൈസി മാത്രം വിവാദങ്ങളിലൂടെ മാത്രം മുന്നോട്ട് വരികയും അങ്ങനെ മാത്രം ഒരു പരിപ്രേക്ഷ്യത്തിൽ കാണുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് അദ്ദേഹം മാറിയെങ്കിൽ അദ്ദേഹത്തിൽ എന്തൊക്കെയോ മൂല്യശോഷണമുണ്ട്. ആ മൂല്യശോഷണത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഈ പ്രസംഗത്തിലും ഒക്കെ നമ്മൾ കണ്ടത്. അദ്ദേഹം എവിടെയോ ഈ അർത്ഥത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, പ്രശാന്തിന്റെ ഒരു ലേഖനത്തെ ആസ്പദമാക്കി നമ്മൾ നിരീക്ഷിച്ചു വെച്ച ആ നിരീക്ഷണത്തെ സാധൂകരിക്കുന്ന പ്രസംഗമായിരുന്നു യഥാർത്ഥത്തിൽ ഉമർ ഫൈസി മുക്കവും. അതിനുശേഷം ആ സംഘാടകരെന്ന് ഇപ്പൊ അവിടെ മുണ്ടുപാറ വന്ന് പ്രസംഗിച്ചതും. മറ്റൊരു കാര്യം നമ്മൾ ഇതിന്റെ കൂടെ ചേർക്കേണ്ട ഒരു കാര്യം, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഈ പരിപാടിക്ക് വന്നിട്ടുണ്ട്. സമസ്തയുടെ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ ഈ പരിപാടിയിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. അവരതിനോട് സഹകരിച്ചിട്ടില്ല. അവരർത്ഥത്തിൽ എറണാകുളം ജില്ലയിലെ സമസ്ത പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിലുള്ള അനൈക്യം രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അനൈക്യങ്ങളെ പല രീതിയിൽ രൂപപ്പെടുത്തി. നമ്മളെപ്പോഴും പറയാറുന്ന സാധാരണ കേട്ടുവരുന്ന ഒരു പഴഞ്ചൊല്ല് പോലെ നമ്മൾ പറയുന്ന ഒരു കാര്യം, മകൻ മരിച്ചിട്ടാണെങ്കിലും വേണ്ടിയില്ല മരുമകൾ കരയുന്നത് കണ്ടാൽ മതി അമ്മായിമാക്ക് എന്ന് പറയുന്നത് പോലെ, നമ്മുടെ എത്ര ശത്രുപക്ഷത്ത് നിർത്തിയ ഏതൊക്കെ തരത്തിൽ കുത്തി നോവിച്ച ആളുകളെയൊക്കെ ചേർത്ത് പിടിച്ചിട്ടാണെങ്കിലും പാണക്കാടിനെയും ലീഗിനെയും കുത്തി നോവിക്കാൻ ഒരു അവസരമുണ്ടെങ്കിൽ അത് നേടിയെടുക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ആ പരിപാടിയിൽ വലിയൊരു വിഭാഗം ആളുകൾ എത്തിച്ചേർന്നിട്ടുള്ളത്. കാന്തപുരം വിഭാഗം ഇതുമായി സഹകരിക്കുന്നതിൽ നമുക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഇപ്പോഴും പറയുന്നു, അവർ ജനിച്ചത് ലീഗ് വിരോധത്തിന്റെ ബീജത്തിൽ നിന്നാണ്. ലീഗ് വിരോധമാണ് അവരെ രൂപപ്പെടുത്തിയത്. ഏതായാലും ഇത്തരം അനൈക്യങ്ങളെ ഇല്ലാതാക്കാൻ തൊടിയൂർ ഉസ്താദ് പറഞ്ഞ പോലെ പാണക്കാട് തങ്ങൾമാരില്ലാത്ത ഒരൈക്യ ശ്രമം അത് വിഫലമാണ്. അതിന് ഇത്രയും കാലം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ കാലത്ത്, ചെറുശ്ശേരി ഉസ്താദിന്റെ കാലത്ത് നമ്മൾ കണ്ടുവന്ന പാണക്കാട് തങ്ങളെ മുന്നിൽ നിർത്തിയുള്ള ഐക്യശ്രമങ്ങൾക്ക് എല്ലാവരും രംഗത്തിറങ്ങണം. അതിനാവട്ടെ ഇനിയുള്ള നാളുകൾ നിലവിലുള്ള അനൈക്യങ്ങളെല്ലാം നമുക്ക് മറക്കാൻ കഴിയും. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ ഈ വഖഫ് വിഷയത്തിലാണല്ലോ വഖഫ് എത്രത്തോളം പ്രതിപാദിച്ചു വെച്ചുമ്പോൾ വലിയ ശതമാനം അവിടെ സംസാരിച്ചതിൽ വളരെ കുറച്ച് ശതമാനം മാത്രമാണ്, അല്ലെങ്കിൽ മുഖ്യപ്രഭാഷകരിലേക്ക് മാത്രം ചുരുക്കി കെട്ടുന്ന രീതിയിലേക്കും വഖഫ് വിഷയം ചുരുങ്ങി അവിടെ. അപ്പോൾ ആ സംഘാടനത്തിൽ അല്ലെങ്കിൽ ആ സമ്മേളനത്തിന്റെ ആകത്തുകയാർന്ന ലക്ഷ്യം അതായിരുന്നില്ല എന്ന്. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ നടത്തുന്ന സമ്മേളനത്തിൽ വഖഫ് ഭേദഗതി ബില്ല് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് അവിടെ പ്രസംഗിച്ച ആളുകൾക്ക് അറിയുമെങ്കിൽ അവർ ആ വിഷയത്തെ വെറും ഒരു മുനമ്പത്തേക്ക് കൊണ്ടിടില്ലായിരുന്നു. മുനമ്പത്തെ വിഷയം ചർച്ച ചെയ്യേണ്ടതല്ല എന്നല്ല പറയുന്നത്. മുനമ്പത്തേക്ക് കൊണ്ടുവരുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ഹിഡൻ അജണ്ടകളുണ്ട്. അത് പ്രഭാഷണം നടത്തിയ പലരും അത് ഭംഗിയായി ആ അജണ്ടകളെ നിർവഹിച്ചു വെക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഹിഡൻ അജണ്ടകളുമായി സമുദായത്തിന്റെ, അതിനിടയ്ക്ക് ഉമർ ഫൈസി പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മൾ ദീനിന്റെ ആൾക്കാരാ. ദീനെന്ന് പറയുന്നത് എന്താ? ദീനെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഫിത്ന വളർത്തലാണോ ദീന്? പരസ്പരമുള്ള വൈര്യത്തെ വളർത്തലാണോ ദീന്? ഐക്യപ്പെട്ടു പോകുന്ന ഒരു സമൂഹത്തിനിടയിൽ തമ്മിലടിക്കേണ്ട, ഛിദ്രതയുണ്ടാക്കേണ്ട കാര്യങ്ങളെ മാത്രം ഛർദ്ദിച്ചുകൊണ്ട് സമൂഹത്തിന് മുന്നിൽ ഉള്ള ഫിത്തനകളെക്കാൾ വലിയ ഫിത്തനകളെ രൂപപ്പെടുത്തുന്നതാണോ ദീന്? ഞങ്ങൾ ദീനിന്റെ ആളുകളാന്ന് പറഞ്ഞിട്ട് ആ വഖഫില് വളരെ അനൈക്യപരമായ കാര്യങ്ങൾ. വഖഫ് ഒരിക്കലും ഒരു നമ്മുടെ ഒരു വിഷയമായിട്ട് നമ്മൾ ചുരുക്കി കെട്ടരുത്. വഖഫിന് മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം അതാണ്. അതെ, ലീഗ് ഇതിനെ പറഞ്ഞു വെച്ചത് ഇത് മുസ്ലിങ്ങളുടെ വിഷയമല്ല, ഇതൊരു ഇന്ത്യയിലെ സർവ്വ മനുഷ്യരുടെയും വിഷയമാണ് എന്ന് പറയാൻ. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഈ ബില്ല് കൊണ്ടുവരുന്ന ഘട്ടത്തിൽ ജനകീയമായ രീതിയിൽ ഒരു പ്രതിരോധം തീർക്കാൻ കഴിയുകയും രണ്ടിനും ഒരു ചെറിയൊരു നേരിയിലുള്ള വോട്ട് വേരിയേഷനിലാണ് അത് ജയിച്ച് ബില്ല് പാസ്സായി. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ പാർട്ടികളെ പൂർണ്ണമായിട്ടും ഇവിടെ ഇതിന് വിരുദ്ധമായി കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിയുടെ ഏകോപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ടീമിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെയും പാണക്കാട് തങ്ങൾ ഇത്രമേൽ വിമർശിക്കുന്ന, ഇവരിത്രമേൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന പാണക്കാട് തങ്ങളോട് ഇന്നലെ ഈ ഒരു സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴും തങ്ങൾക്ക് പറയാനുള്ളത് ഈ വിഷയത്തിന്റെ പേരിൽ വിഭാഗീയത പാടില്ല. ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്,
മതേതരത്വ വിരുദ്ധമാണ്, ഇത് ഭരണഘടനാ ലംഘനമാണ്. ഇനി അവിടെ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ വഖഫ് ബില്ലിനെ കേരളത്തിൽ നിന്നും ഇന്ത്യ മുന്നണിയിൽ നിന്നും എല്ലാവരും അതിനെ നിശിതമായി വിമർശിച്ച് വോട്ട് ചെയ്യുമ്പോൾ ഒരു വോട്ട് പോയിട്ടുള്ളത് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ജോസ് കെ മാണിയിൽ നിന്നാണ് അതിന് പിന്തുണ കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന് അബദ്ധം സംഭവിച്ചു എന്ന് അദ്ദേഹം ഇപ്പൊ തിരിച്ചറിയുന്നുണ്ട്. ഏതായാലും അബദ്ധമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ, ഏതായാലും അയാൾ അല്ലെങ്കിൽ ജോസ് കെ മാണി എന്ന ഇടത് ടിക്കറ്റിൽ ജയിച്ചു കയറിയ ആ വ്യക്തി നമ്മളെ ചതിച്ചതിനെ കുറിച്ച് എന്തുകൊണ്ട് ഇവരാരും പരാമർശിക്കുന്നില്ല? കാരണം അവരുടെ വിഷയത്തിൽ അങ്ങനെ ഇടതുപക്ഷത്തെ വിമർശിക്കുക എന്നൊന്നില്ല. അവർക്ക് വേണ്ടത് ലീഗിനെയും ലീഗ് പിന്തുണക്കുന്നവരെയും എതിർക്കുക, പാണക്കാട് തങ്ങളുടെ അപ്രമാദിത്വം ഇല്ലായ്മ ചെയ്യുക എന്നത് മാത്രമാണ് അവർക്ക് അവരുടെ പണിയല്ല അവരെടുക്കുക. കേരളത്തിലെ രാജ്യസഭ അംഗമായി തെരഞ്ഞെടുത്ത രാജ്യസഭാ ടിക്കറ്റിൽ കയറിയിട്ടുള്ള ജോസ് കെ മാണി വഖഫിനെതിരെ വോട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ പിന്തുണക്കുമ്പോൾ, എല്ലാ അർത്ഥത്തിലും അതിന് പിന്തുണ കൊടുക്കുമ്പോൾ അതിനെതിരെ കമ എന്നൊരു അക്ഷരം ഉണ്ടാൻ എന്തുകൊണ്ട് സുന്നി ഐക്യ റാലിയിൽ കഴിഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായി അവരുടെ രാഷ്ട്രീയം ഇതിന്റെ ഉള്ളിലൂടെ ഒളിച്ചു കടത്തുന്നുണ്ട് എന്നൊരു വ്യക്തത കൂടിയുണ്ട്. ലീഗിന്റെ ഒരു റാത്തൽ ഇറച്ചിക്ക് വേണ്ടിയിട്ട് സംഘടിച്ച ഒരു സംഘടന, അതിൽ വഞ്ചിതരായ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അതിന്റെ പിന്നിലൂടെ യഥാർത്ഥ പിന്നണി ഗായകൻ ഇതിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അതിലും എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഇതിനെയൊക്കെ അല്ലെങ്കിൽ അവിടെ മുണ്ടുപാറയും അതുപോലെ ഉമർ ഫൈസി മുക്കം വരുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഉണ്ടാവാൻ താല്പര്യവും അല്ലെങ്കിൽ വരേണ്ടതും ഏറ്റവും കൂടുതൽ യോഗ്യൻ അല്ലെങ്കിൽ അതിനെ പിന്നണിയിൽ പ്രവർത്തിച്ച അമ്പലക്കടവാണ്. അദ്ദേഹം അവിടെ വന്നില്ല എന്നുള്ളത് അദ്ദേഹം എന്നും ഇനി ഒരു ഉള്ളിലൂടെ കളിച്ച് മാത്രം പിത്തനുണ്ടാക്കിയുള്ള ഒരു പരിചയം മാത്രം, അത് ആ രീതിയിൽ അങ്ങനെ കാണാം. ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ എതിർക്കുന്നത്, ആക്രമിക്കാൻ ശ്രമിക്കുന്നത്, ഫാസിസം വിരൽ ചൂണ്ടുന്നത് മുസ്ലിമിനെയാണ്. അവിടെ ഒരിക്കലും നമ്മൾ എന്തിനാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് തിരിച്ചറിവുള്ള വ്യക്തിയായിരുന്നു മഹാനായ ശംസുൽ ഉലമ. അതുകൊണ്ടാണ് ശരീഅത്ത് വിവാദ കാലത്ത് സുന്നിയുടെ ശരീഅത്തിനെയല്ല വേട്ടയാടുന്നത്, വഹാബിയുടെ അല്ലെങ്കിൽ മുജാഹിദുകാരന്റെ ശരീഅത്തിനെയല്ല, ഇത് മുസ്ലിമിന് സ്വത്വത്തിന് നേരെയാണ് ആക്രമണം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മഹാനായ ശംസുൽ ഉലമ എല്ലാവിധ അവാന്തര വിഭാഗങ്ങൾക്കും എതിർപ്പുകൾക്കും അല്ലെങ്കിൽ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളെയും മറന്ന് ഈ ഒരു വിഷയത്തെ ഒറ്റക്കെട്ടായി നിന്ന് കാണിച്ചു കൊടുത്തത്. നമ്മൾ ഇവിടെ സുന്നിയെയല്ല വേട്ടയാടുന്നത്, BJPയുടെ RSS കാരനെയും BJPയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുന്നിൽ സുന്നി എന്നോ മുജാഹിദോ അല്ല. അവന്റെ മുന്നിൽ അവൻ വേട്ടയാടാൻ ശ്രമിക്കുന്നത്, അവരെ ആക്രമിക്കുന്നത്, അവരെ അപരസ്ഥാനത്ത് നിർത്തിയിട്ട് വെറുപ്പുൽപാദനം നടത്തുന്നത് മുസ്ലിമിനെയാണ്, മുസ്ലിം എന്ന സ്വത്വത്തെയാണ്. അവിടെ നമ്മൾ ഐക്യമായി ഒരുമിച്ച് നിന്ന് സർവ്വ അവാന്തര വിഭാഗങ്ങൾക്കും അതീതമായി ഒരുമിച്ച് മുസ്ലിം എന്ന സ്വത്വത്തിൽ നിന്നാണ് നമ്മൾ പൊരുതേണ്ടത്. അതിനപ്പുറത്ത് ഇപ്പോ ഒരു ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്രധാനമന്ത്രിയെ നടത്തത്തിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് വരും. കേരളത്തിൽ ഇപ്പോ ഇതിന് ഒറ്റക്കെട്ടായിട്ടുള്ള എതിർപ്പല്ല, സുന്നികളൊന്ന്, ഇവിടെ വേറൊന്ന്, ഒരു ഏകസ്വരം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നതാണ് എന്തുകൊണ്ടും ബലപ്പെടുത്തുക. അതിനെ ദുർബലപ്പെടുത്തുന്നത് കൂടിയാണ് ഈ നീക്കം. മഹാനായ ശംസുൽ ഉലമ കാണിച്ചു തന്നതാണ് പക്വമായ രാഷ്ട്രീയ നീക്കം. രാഷ്ട്രീയപരമായി ഈ ഒരു അജണ്ടയെ ചെറുക്കാൻ ഏറ്റവും നല്ല രീതി മഹാനായ ശംസുൽ ഉലമ കാണിച്ചു തന്നത് തന്നെയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതെ, അത് തന്നെയാണ് അതിന്റെ ശരി. ഇത് ഇത്തരത്തിലുള്ള അനൈക്യ ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണെന്ന് സമൂഹത്തിലെ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. ആ തിരിച്ചറിവിലേക്ക് നമുക്ക് നട്ടുച്ച അത്തരത്തിലുള്ള അതിലേക്ക് വെളിച്ചം വീശിയാണ് ആ ഒരു വഴിയിലേക്ക് നമുക്ക് ഐക്യം വേണം, ചേർന്ന് നിൽക്കണം, ഒരുമിച്ച് നിൽക്കണം. പക്ഷേ നമ്മൾ മറ്റൊരു ഭിന്നതക്കും നമ്മുടെ അജണ്ടകൾക്കും വേണ്ടിയിട്ട് ഇത്തരം ഐക്യം എന്ന പദം ഉപയോഗിക്കരുത്. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. നിഷ്കളങ്കമായി നിഷ്കപടമായി സമൂഹത്തിന്റെ സമുദ്ധാരണം നമുക്കിടയിൽ ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ മനോഹരമായ രഞ്ജിപ്പിന്റെ ഒരു കാലത്തെ സാധ്യമാക്കാനുള്ള എല്ലാ പ്രവർത്തനം നടത്തണം. അതിന്റെ പിന്നിൽ അജണ്ടകൾ ഉണ്ടാകരുത് എന്ന് മാത്രമാണ് നട്ടുച്ച ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. എല്ലാവിധ ഐക്യശ്രമങ്ങൾക്കും എല്ലാവിധ രഞ്ജിപ്പിനും എല്ലാവിധ യോജിപ്പിനും എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. എന്നാൽ ഇത്തരം അജണ്ടകൾ ഉണ്ടാവുകയും ചെയ്യരുത്. അത് തുറന്നു കാണിക്കാൻ നട്ടുച്ച ഉണ്ടാവുകയും ചെയ്യും.